ഹായ്! ഇതെല്ലാരും കൂടെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ പോന്നേന്ന് അറിയണ്ടേ? ഞങ്ങക്കൊരു ട്രിപ്പുണ്ട് കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പ്. അപ്പൊ ദോ നമ്മുടെ ബസ് എത്തി കേട്ടോ. ഇത് ആക്ച്വലി ക്യാമ്പിൻ്റെ ഇടയിൽ നിന്നുള്ളൊരു ട്രിപ്പാണ്. നമ്മളതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. കുറച്ച് ദൂരേ പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡാൻസ് തുടങ്ങുവാ. എത്തി. നമ്മുടെ ആദ്യത്തെ സ്പോട്ട് എത്തി. ഇത് കുരുവട്ടുമല ഫാമാണ്. പുനലൂരാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. നടക്കാനുണ്ടോയെന്ന് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. നമ്മൾ പോയ ഒരു ക്ലൈമറ്റ് ശരിയല്ലായിരുന്നു. നല്ല ചൂടത്തും നല്ല വെയിലുമായിരുന്നു. അതുകൊണ്ട് കുടയൊക്കെ മുൻകരുതലായിട്ട് നമ്മൾ എടുത്തിരുന്നു. ഇതൊരു തണുപ്പ് കാലത്താണ് പോരുന്നതെങ്കിൽ സെറ്റ് വൈബായിരുന്നേനെ. പക്ഷെ നമ്മൾ പോയപ്പോൾ നല്ല ചൂടും നല്ല വെയിലുമായിരുന്നു. പിന്നെ നമ്മൾ നടന്നാണല്ലോ നമ്മളിതൊക്കെ കാണേണ്ടത്. നമ്മൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ പുനലൂരിനെ പറ്റി പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ. കൊല്ലത്തിന് ഏറ്റവും ചൂടുള്ളൊരു പ്ലേസാണ് പുനലൂർ. അപ്പോൾ ഉച്ചമണ്ടയിൽ വെയിലത്ത് നല്ല നല്ല നടന്ന് എല്ലാവരും ക്ഷീണിച്ചായിരുന്നു. കാര്യം പ്രകൃതിയെ ആസ്വദിക്കണം എന്നുള്ള വൈബിൽ നടന്നതാണ്. പക്ഷെ നടന്ന് നടന്ന് നമ്മുടെ മണ്ട കീറി. കേരളത്തിൽ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഏറ്റവും വലിയ കന്നുകാലി ഫാമുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ എന്താ പ്രത്യേകിച്ച് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അതായത് കന്നുകാലികൾ ഒരു 600ഓളം സങ്കരയിനം കന്നുകാലികളുണ്ട്. പിന്നെ അത് പോരാഞ്ഞിട്ട് മുയൽ, എമു, ഒട്ടകപ്പക്ഷി, കോഴി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ട് പോകാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രൂപം കണ്ടോ? ഇത് ആരാന്ന് മനസ്സിലായോ? അതായത് ഇത് അട്ടപ്പാടിയിൽ മരണപ്പെട്ട മധു ഇല്ലയോ? ആളുടെ ഒരു പ്രതിമയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ മുകളിലോട്ടുള്ളൊരു സെക്ഷനിലായിട്ടാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് താഴോട്ടുള്ളൊരു ഫാം, അവിടെ പശുവിനെയൊക്കെ നമ്മൾ പാൽ കറക്കുന്ന ഒരു സംവിധാനമാണ് കാണിക്കുന്നത്. അത് കുറച്ച് നേരം നമ്മൾ നിന്ന് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും താഴെ ഇറക്കി വീണ്ടും നമ്മൾ നടന്നു. അപ്പോൾ അവിടെ പശുവിനൊക്കെ ഉള്ള തീറ്റയൊക്കെ കൊണ്ടുപോവുകയാണ്. വീണ്ടും നമ്മൾ വേറൊരു സെക്ഷനിലോട്ടാണ് കൊണ്ടുപോയത്. ഇവിടുന്ന് തന്നെ നമുക്ക് പശുവിനെയൊക്കെ വാങ്ങാനും പറ്റും. ഇപ്പോൾ ഇവിടെ വന്ന് കർഷകരൊക്കെ വന്ന് വാങ്ങിക്കാറുണ്ട്. നമ്മൾ ചെന്ന ടൈമിൽ ഓരോ ഫാമും കഴുകി വൃത്തിയാക്കുന്ന ഒരു ടൈമായിരുന്നു. പശുക്കളെയൊക്കെ കുളിപ്പിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് അതും ഫുൾ ആ സെക്ഷൻ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ നടക്കുമായിരുന്നു. ഏകദേശം ഒരു മല കയറി വീണ്ടും ആ മല ഇറങ്ങി വീണ്ടും കയറുന്നൊരവസ്ഥയായിരുന്നു. പിന്നെ നമ്മളിവിടെ നടന്ന് അങ്ങ് മുകളിൽ ചെന്നതിന് ശേഷം അവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് നമ്മൾ നേരത്തെ തിരിച്ച് പോയപ്പോൾ കണ്ടായിരുന്നല്ലോ. അവിടെ കയറി അത് ജസ്റ്റ് നല്ലൊരു കൂളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇത്രയും ചൂടത്ത് നമ്മൾ അവിടെയാണ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തത്. അവിടെ നല്ല ഒരു പൂന്തോട്ടവും പിന്നെ അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പണി നടക്കുന്നതേ ഉള്ളൂ, പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല എന്നാണ്. അടുത്ത സെക്ഷൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളവിടെ കുറേ നേരം ഇരുന്നു. അതിനുശേഷം വീണ്ടും നടന്നു. ഈ പല പ്രായത്തിൽപ്പെട്ട പശുക്കളെയാണ് നിങ്ങൾ ഇട്ടേക്കുന്നത്. ഈ കറക്കുന്ന പശുക്കളെയാണ് നിങ്ങൾ പോയെടുത്തത്. അവിടെ പ്രസവിക്കാൻ പോകുന്ന പശുക്കളുണ്ട്, ഈ വെച്ചൂർ പശുണ്ട്. ഓരോ അതാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. കാരണം റോഡിൽ കൂടെ ഇട്ടങ്ങ് പോകും. വെച്ചൂർ പശുവിനെയും വിടും, നിങ്ങൾ എമ്മൂനെയും വിടും. കണ്ടെല്ലാം തോന്നുന്നുണ്ടോ? പഴയ ഇത് ആക്ച്വലി ഒരു പഴയ രീതിയിലുള്ളൊരു സ്ട്രക്ചറാണ്. ആ ഒരു കെട്ടിടം മൊത്തവും അങ്ങനത്തെ രീതിയിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ സാറ് നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് പിന്നെ റെസ്റ്റിങ്ങും ജ്യൂസ് കുടിക്കാനായിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ അവർ തന്നെ സെറ്റ് ചെയ്ത് തന്നതായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിൻ്റെ തീരത്താണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഇനി അടുത്തത് കല്ലടയാറിൻ്റെ ഡാം കാണാനാണ് പോകുന്നത്. അപ്പം പിന്നെ അങ്ങോട്ടൊരു യാത്രയായിരുന്നു, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു.
ഇവിടെ പ്രത്യേകിച്ച് ആളൊന്നുമില്ലായിരുന്നു. ഞങ്ങളെ ബസ് മാത്രം ഉള്ളൊരു ടൂറിസ്റ്റ് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ വന്നത് അവർ തന്നെ ഒരു ബസ്സിലാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. പക്ഷേ നമ്മൾ വന്നതിൽ ഏറ്റവും വൈബും ഏറ്റവും സമാധാനവും എന്താ പറയുക, എത്രയും സൂപ്പർ ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഇവിടെ ടൈം നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇവിടെ നിന്ന് തിരിക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ കുളത്തൂപ്പുഴ വന്ന് നമ്മൾ ചായയും ഒരു കടിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ കോളേജിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. കാരണം നമ്മൾ ഡാൻസിൻ്റെ ഇതും അതും ഇതൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ ട്രിപ്പ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഹാപ്പി ട്രിപ്പായിരുന്നു. ചെറുവഴികളിൽ ഒരു ചിരി മലരൊളിയായി